നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ജീവിതത്തിൽ ഒരു കെട്ട കാലം ഉണ്ടായിരുന്നു, അത് അവസാനിച്ചെന്ന് കരുതുക. കുറെയൊക്കെ നിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട്. സംഭവിച്ചതൊക്കെ അതാത് നേരത്ത് ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിത്രയും വഷളാവുമായിരുന്നില്ല. എല്ലാം തിരുത്താൻ പറ്റുമെന്ന് അമ്മയെ പോലെ ഞാനും വിശ്വസിച്ചു. ചെറിയമ്മേ, എന്ത് ചെയ്യാനാ? ആ കുടുംബത്തെ അയാളെ തല്ലുവോ കൊല്ലുവോ ഇല്ലാണ്ടാക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാ, അനുഭവിക്കട്ടെ എല്ലാരും. എന്താ സുധി നീ ഇങ്ങനെയൊക്കെ പറയുന്ന? അയാളൊഴിച്ച് ബാക്കിയുള്ളവരെ എന്ത് പഴിച്ചു? ആ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ആ അമ്മയോടുള്ള സ്നേഹം പറഞ്ഞു പറഞ്ഞ ജീവിതം തൊലച്ച് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏട്ടന്റെ കാര്യത്തില് എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി ആരും ആരുടെ പക്ഷത്തും ചേരണ്ട. മോളെ, എന്നോട് വിരോധം തോന്നിയാലും കുഴപ്പമില്ല. ഏട്ടൻ എന്നെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട് നിന്റെ കാര്യത്തില്. അതിന് ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ആ, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേഗം ചെല്ല്. പോവാൻ പറഞ്ഞില്ലേ? എന്താ ഇത്? അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തിനാ സംസാരിച്ചേ? ശബ്ദം കുറച്ച് ഉയരുന്നുണ്ടെങ്കിലേ അത് ചങ്കിലെ സങ്കടം കൊണ്ടാ. ഒന്നാലോചിച്ച അതിന്റെ മോൾക്ക് മനസ്സിലാവും. പൊറുക്കാൻ പറ്റില്ല ചന്ദ്രിക. എന്റെ ഏട്ടന്റെ മരണം എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം എന്റെ ഉമ്മറത്ത് കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ പോയി, ഇനി അവൾ എന്റെ മൂത്ത മോള. അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും സ്വസ്ഥമാക്കിയിട്ടുള്ളൂ, വേറെ എന്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.